ഹായ് ഫ്രണ്ട്സ്, 7 Tech Artists പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്രോസ് ഓവർ ആണ്. അപ്പോൾ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തൊരു ക്രോസ് ഓവർ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഞാൻ അവതരിപ്പിക്കുന്ന ഒരേ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ക്രോസ് ഓവറിന്റെ ഫ്രണ്ട് ലുക്ക് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഈ ഫ്രണ്ടിൽ എന്തൊക്കെയാണുള്ളതെന്നൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ കാണുന്നതാണ് ഇതിന്റെ പവർ ഓൺ ഓഫ് സ്വിച്ച് നമ്മളുടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 2 സെക്ഷനായിട്ട് വരുന്നത്. ഇത് സബിന്റെ സെക്ഷനാണ് ഈ 2 കൺട്രോൾ വരുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞ ഗെയിനും അതുപോലെ തന്നെ ഫ്രീക്വൻസിയാണ് ഈ 2 കൺട്രോൾ വരുന്നത്. ഇത് സബിന്റെ സെക്ഷൻ. അപ്പോൾ ഇതാണ് ടോപ്പിന്റെ സെക്ഷൻ വരുന്നത്. ഈ ടോപ്പിന്റെ ഗെയിന്, അതുപോലെ ട്രബിള്, മിഡ്, ബാസ്, വോളിയം. അപ്പൊ ഇത്രയാണ് നമ്മുടെ ടോപ്പിന്റെ സെക്ഷൻ വരുന്നത്. ഇത് വരുന്നത് നമ്മുടെ USB മൊഡ്യൂളാണ്. അതായത് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് ബ്രെയിൻ സൈഡീസിന്റെ USB മൊഡ്യൂളാണ്. നല്ല ക്വാളിറ്റി ഉള്ള മൊഡ്യൂളാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ മൊഡ്യൂളുമായിട്ട് യാതൊരു ബന്ധവും ഈ സബിന് ഇതിനൊന്നുമില്ല. ഇതിന് നേരിട്ട് ഇതിന്റെ ഔട്ട്പുട്ട് എടുത്ത് മിക്സറിലേക്ക് കൊടുക്കാവുന്ന രീതിക്കാണ് നമ്മളിത് സെറ്റ് ചെയ്തേക്കുന്നത്. ഈ മൊഡ്യൂളുമായിട്ട് ഈ കൺട്രോളുകൾക്ക് യാതൊരു ബന്ധവും ഇല്ല. ഈ കൺട്രോളിലേക്ക് വരുന്നത് മിക്സറിൽ നിന്ന് ഡയറക്റ്റ് ആണ് വരുന്നത്. മിക്സറിൽ നിന്ന് ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് സബും കൺട്രോൾ ചെയ്യാം, ടോപ്പും കൺട്രോൾ ചെയ്യാവുന്ന രീതിക്കാണ് നമ്മളിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഒരു ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇവിടെ ഒരു USB പോർട്ടും വരുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ഈ ക്രോസ് ഓവറിന്റെ ഫ്രണ്ട് ലുക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡ് എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് ഇതിന്റെ ബാക്ക് സൈഡ് ലുക്ക് എന്ന് പറയുന്നത്. ഇൻപുട്ട് ഔട്ട്പുട്ടിനെ കണക്ട് ചെയ്തിരിക്കുന്ന കൂടുതൽ XLR പിന്നുകളാണ് നമ്മൾ ഇതിന്റെ ബാക്ക് സൈഡ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ USB പോർട്ടിന്റെ വോക്സ്. ഇതാണ് ഔട്ട്പുട്ട്. അപ്പൊ ഇത് നമ്മൾ ഇവിടുന്ന് നേരെ ഔട്ട്പുട്ട് എടുത്ത് നേരെ മിക്സറിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. പിന്നെ ഇതാണ് മിക്സറിൽ നിന്ന് വരുന്ന മെയിൻ ഔട്ട്പുട്ട്. ഇവിടെ ഇൻപുട്ട് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് ലെഫ്റ്റ് റൈറ്റ് ഇൻപുട്ട് ആയിട്ടാണ് ഇവിടെ നമ്മൾ കണക്ട് ചെയ്യും. ഇതിന്റെ ഔട്ട്പുട്ട് വരുന്നത് ഈ കാണുന്നതാണ്. അപ്പൊ 4 ഔട്ട്പുട്ട് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് മെയിൻ ഔട്ട്പുട്ട് വരുന്നത്. ഇത് ടോപ്പിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നാണ് ഔട്ട്പുട്ട് എടുത്ത് നമ്മൾ ആംപ്ലിഫയറിലേക്ക് കണക്ട് ചെയ്യുന്നത്. പിന്നെ ഈ കാണുന്നതാണ് ഇതിന്റെ സബിന്റെ ഔട്ട്പുട്ട് വരുന്നത്. അപ്പൊ നമ്മളിവിടെ സബിന് 2 ഔട്ട്പുട്ടാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിനകത്ത് 2 സബ് ഫിൽറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് 2 ഔട്ട്പുട്ട് നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫ്യൂസും കൊടുത്തിട്ടുണ്ട്, ഒരു കോഡ് വയറും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് ഇതിന്റെ ബാക്ക് സൈഡ് വ്യൂ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇതിന്റെ ഇൻസൈഡ് എന്തൊക്കെയാണ്, ഏതൊക്കെ ബോർഡാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, അപ്പൊ ഇതാണ് ഈ ക്രോസ് ഓവറിന്റെ ഇൻസൈഡ്. ഇതിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന 12 വോൾട്ടിന്റെ 2 ആംപിയർ ഒരു ട്രാൻസ്ഫോമർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് കൊടുത്തേക്കുന്ന ബാസ് ബോർഡ് ഇന്ത്യൻ എക്സ്ട്രീം എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു ബാസ് ബോർഡാണ്. ഇതിനകത്ത് ബാസ്, ട്രബിള്, മിഡ്, ഗെയിന്, വോളിയം എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹെവി ആയിട്ടുള്ള ഒരു ബാസ് ബോർഡാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ സബിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് RB+ന്റെ 2 സബ് ഫിൽറ്ററാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഹെവി പഞ്ച് കിട്ടുന്ന ഒരു സബ് ഫിൽറ്റർ ആയതുകൊണ്ടാണ് ഇത് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഇത് ഉപയോഗിച്ചവർക്കൊക്കെ നിങ്ങൾക്ക് അറിയാം, അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഒരു പഞ്ചും നല്ല ക്വാളിറ്റിയും നല്ല ഗെയിനും ഉള്ള ഒരു സബ് ഫിൽറ്ററാണ് ഇത്. അപ്പൊ നല്ലൊരു ഔട്ട്പുട്ടാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ സബ് ഫിൽറ്റർ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത്രയാണ് ഈ ക്രോസ് ഓവറിന്റെ ഇൻസൈഡ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് എന്താണല്ലോ ഇതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട് ഇതിന്റെ ഔട്ട്പുട്ട് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് ഇതിലേക്ക് കേബിളുകളൊക്കെ കണക്ട് ചെയ്യാം. അപ്പൊ നമ്മളിത് മിക്സറെ കൊടുത്തിട്ടല്ല, ഇപ്പൊ ഡയറക്റ്റ് ആണ് നമ്മൾ ഇതിൽ വർക്ക് ചെയ്യിക്കാൻ പോണത്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഈ USB പോർട്ടിന്റെ ഔട്ട്പുട്ടിൽ നിന്ന് ക്രോസ് ഓവറിന്റെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഈ USB പോർട്ടിന്റെ ഔട്ട്പുട്ടിൽ നിന്ന് വരുന്ന കണക്ഷനാണ് നമ്മൾ ഈ ക്രോസ് ഓവറിന്റെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്.
ഇനി നമുക്കിതിന്റെ മെയിൻ ഔട്ട്പുട്ട്, അതായത് ടോപ്പിലേക്കുള്ള ഔട്ട്പുട്ട് നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാം. അപ്പൊ അതൊരെണ്ണം കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ലെഫ്റ്റ് റൈറ്റ്. അപ്പൊ അങ്ങനെ ടോപ്പിലേക്കുള്ള 2 ഔട്ട്പുട്ട് നമ്മൾ കണക്ട് ചെയ്തു. പിന്നെ നമുക്ക് സബിനുള്ള ഔട്ട്പുട്ടാണ് ഇതിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇതാണ് സബ് വൂഫറിന്റെ ഔട്ട്പുട്ട് വരുന്നത്. അപ്പൊ നമ്മളവിടെ സബ് വൂഫറിന്റെ ഔട്ട്പുട്ട് നമ്മളവിടെ കണക്ട് ചെയ്തു, ഒരെണ്ണം കണക്ട് ചെയ്തു. അപ്പൊ അടുത്ത സബ് വൂഫറിന്റെ ഔട്ട്പുട്ടും കൂടെ നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മള് കോഡുകളെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു ആംപ്ലിഫയറിലേക്കാണ് ഇതിന്റെ ഔട്ട്പുട്ട് എടുത്ത് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി ഇതൊന്ന് ഓൺ ആക്കി നോക്കാം. പിന്നെ നമുക്ക് ഇതിന്റെ പവർ ഒന്ന് ഓൺ ആക്കി നോക്കാം. അപ്പൊ ഓൺ ആക്കുമ്പോൾ തന്നെ നമ്മുടെ USB-യുടെ ഏത് മോഡാണ് കിടക്കുന്നത് അതൊക്കെ നമുക്ക് ഇതിലേക്ക് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഒരു USB കണക്ട് ചെയ്ത് നോക്കാം. അപ്പൊ ഇതില് ഇപ്പൊ USB ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇനി നമുക്ക് ആംപ്ലിഫയർ ഓൺ ആക്കി നോക്കാം. അപ്പൊ നമ്മൾ ആംപ്ലിഫയർ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിലേക്ക് ആംപ്ലിഫയർ കണക്ട് ചെയ്തു. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ കൺട്രോളൊക്കെ ഇതാണ് ഇതിന്റെ ഗെയിൻ വരുന്നത്. ഇതാണ് വോളിയം. ഇതാണ് ഇതിന്റെ ട്രബിൾ വരുന്നത്. ഇത് ബാസ്, ഇത് മിഡ്, ഇനി നമുക്ക് സബിന്റെ ഗെയിൻ ഒന്ന് കൂട്ടി നോക്കാം. Exclusive DK beat mixes. ഇപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നതുകൊണ്ടാണ് നമ്മൾ ഈ സോങ് ഒക്കെ കട്ട് ചെയ്ത് കേൾപ്പിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ക്രോസ് ഓവറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് മുഖേന അറിയിക്കാം. പിന്നെ നമ്മൾ ഈ ക്രോസ് ഓവർ ഡിസൈൻ ചെയ്തത് നമ്മൾ PA സിസ്റ്റത്തിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് മിക്സർ വഴി കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്രോസ് ഓവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.
വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.